വീണ്ടും ചില വന്യജീവി ഭീതിയിലാണ്. കോട്ടയം മുണ്ടക്കയത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ. പൈങ്ങനാലിൽ ദേശീയപാത മുറിച്ചു കടന്ന് പുലി സഞ്ചരിച്ചതായും നാട്ടുകാർ പറയുന്നു. പുലിയുടേത് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി. സംഭവസ്ഥലത്ത് വനംവകുപ്പ് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നു. മിഥുൻ, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വന്യജീവി ഭീഷണിയിൽ എത്തുന്നു. ഇത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ക്ഷമിക്കണം, വനം വകുപ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ പരിശോധനകൾ നടത്തുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുണ്ടക്കയം ടൗണിന് സമീപം പൈങ്ങനയിലാണ് ഇത്തരത്തിൽ പുലിയെ കണ്ടതായുള്ള പ്രദേശവാസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഈ പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന തുടരുകയാണ്. റോഡരികിലെ മണ്ണിൽ ചില കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പുലിയുടേതാണ് എന്നുള്ളൊരു സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് പുലി തന്നെയാണോ എന്ന് ഉറപ്പിക്കാനുള്ള കാര്യങ്ങളും വനംവകുപ്പും മറ്റും നടത്തുന്നുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നടത്തുന്നത്. പുലർച്ചെ പൈങ്ങന YWCA സ്കൂളിന് സമീപം ഒരു വാഹനാപകടം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കൂടി നിന്നിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ പുലി ഇങ്ങനെ റോഡ് കുറുകെ കടക്കുന്നത് കണ്ടതായി പറയുന്നത്. മുണ്ടക്കയം ടൗണിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഇവിടെ കാട്ടുപന്നി അടക്കമുള്ള ശല്യങ്ങൾ നിലനിൽക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുലിയുടെ സാന്നിധ്യം കണ്ടെത്താവുന്നതാണ് എന്ന് കരുതുന്നുണ്ട്. ഏതായാലും ഈ കാൽപ്പാടുകളും പുലിയുടെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. വൈകാതെ തന്നെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ലഭ്യമാകുമെന്ന് ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനാണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ മുണ്ടക്കയത്ത് കണ്ടത് പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വനംവകുപ്പ് പരിശോധന നടത്തുകയാണ്.